നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ആർ കുട്ടി വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, മേടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. മേടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തറവാടാണ്. ഒരുപാട് പഴക്കമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ പഴയ തറവാടാണ്. ഒരു 90-100 വർഷമായി കാണുന്നത്. 1000 വർഷം. 1000 എന്റെ പൊന്നോ, കുറേ നാളായി. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 152 152 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അപ്പൊ താമസിക്കുന്ന ആള് ഓണർ. അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ കുറേയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാലോ. ഇത് നല്ല പഴയത് ആയിട്ടാണ് നിങ്ങൾക്ക് മരപ്പട്ടിയുടെ വീട് കാണണം. മരപ്പട്ടിയുടെ വീടൊന്നും അല്ല, എന്നാലും എന്താ ഇത് കണ്ടോ, ഇവിടെ ഒരു അടുത്തിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ചെറിയൊരു മുറിയാണ്, ചെറിയൊരു മുറി. ഇതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുറിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതൊന്നും ഇവിടെ ഒരു വലിയ മുറിയുണ്ട്. ഇതാണ് എന്താ പേരെന്താ? അതാണ് കേരള കാളിദാസൻ. നമ്മുടെ വലിയൊരു അമ്മാവനാണ് ഗായ്സ്. ഇതാണ് കേരള കാളിദാസ കേരള വർമ്മ വലിയകോയി തമ്പുരാൻ. അതാണ് കേരള പാണിനി. ഗായ്സ്, ഇതാണ് വല്യമ്മ. ഇവിടുത്തെ വല്യമ്മ ഇതാണ്. കാർത്തിക തിരുനാളെന്നാണ് പേര്. ഇതാണ് മൂത്തകോയി തമ്പുരാൻ. ഈ തമ്പുരാനാണ് ഈ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയത്. ആ കാണുന്നതാണ് ഗണപതി അമ്പലം. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ ഒരു ഷീറ്റ് കാണുന്നില്ല, റെഡ് കളർ. അതാണ് ഗണപതി അമ്പലം. അതിൻ്റെ അകത്താണ് ഗണപതി ഇരിക്കുന്നത്. ഇനിയും അറിയാത്തവർക്ക് വേണ്ടി പറയാം, അവിടെ എല്ലാ ഏപ്രിൽ മാസവും അവിടെ ഉത്സവം നടക്കുന്നുണ്ടാവും. 27-ാം തീയതി തൊട്ട് മെയ് 4-ാം തീയതി വരെയാണ് എല്ലാ വർഷവും ഉത്സവം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ തട്ടുംപുറത്തുനിന്ന് നിന്ന് കഴിഞ്ഞാൽ ഉള്ള വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ വീടാട്ടോ. ഇവിടെ കാണുന്ന മുഴുവൻ വീടുകളും നമ്മുടെ ബന്ധുക്കളുടെ വീട് തന്നെയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ താഴെ പോവാണ്. നമുക്ക് ഫസ്റ്റ് മുറി എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഇവിടെ ഒരു മുറി. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് തുറക്കുന്നില്ല. തുറക്കരുത്. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഫാൻ, കുഞ്ഞി ഫാൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുഞ്ഞി ഫാനാണ്. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ അടുത്ത മുറിയിലേക്ക് പോവാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊററബിൾ മുറിയാണ് ഗൈസ്. മുറിച്ച് നാക്കു വരുന്നില്ല, ഹൊറർ ആയിട്ട് തോന്നും. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേടിയാവും കേട്ടോ. ഈ സ്ഥലം ഭയങ്കര ഇരുട്ടൊക്കെയാണ്. ബട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഓൺ ചെയ്താൽ ഇവിടെ നമ്മുടെ കുറച്ച് ബന്ധുക്കളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്, ഈ വീടിന്റെ ഓണർ. ഫോട്ടോ തന്നെ അനങ്ങുന്നു ഗൈസ്. ഇനി ഞങ്ങളെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ബിക്കോസ് ഇതൊരു ട്രെൻഡിങ് ഗോൺ റോങ് എന്നൊക്കെ വേണമെങ്കിൽ അവിടുന്ന് സൗണ്ട് കേൾക്കുന്നു ഗൈസ്. നമുക്ക് ഗണപതി അമ്പലത്തിലേക്ക് പോകാം. ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. അവിടെയൊക്കെ സൗണ്ട് കേൾക്കുന്നു, പിന്നെ ഫോട്ടോ ഒക്കെ അനങ്ങുന്നു. പക്ഷെ പ്രേതമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യം. പ്രേതമില്ല. ഇവിടെ ഈ അനന്തപുരം കൊട്ടാരത്തിൽ പ്രേതമോ? ചുമ്മാ. ഇനി നമുക്ക് ഗണപതി അമ്പലത്തിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഗണപതി. അവിടെയാണ് ഗണപതി ഇരിക്കുന്നത്. ഇത് അവിടെ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലോ. എവിടെ? കാണിക്കത് ആ കാണുന്ന കുളമാണ്. പിന്നെ അവിടെയാണ് ഒരു വിളക്കൊക്കെ ഉണ്ട്, ചെറിയ കൽവിളക്ക്. പിന്നെ അതാണ് നമ്മുടെ ഗണപതിയുടെ വിഗ്രഹം ഉള്ളത്.
അപ്പോൾ നമ്മുടെ ഗണപതിയുടെ വിഗ്രഹത്തിന് ഈ ഒരു പ്രതിഷ്ഠയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിൽ തേവർ എന്നാണ്. പണ്ട് അവിടെ ഒരു മാവുണ്ടായിരുന്നു, മാവ് ഇപ്പോൾ വെട്ടിക്കളഞ്ഞു, മാവില്ല. മാവിൻ്റെ ചോട്ടിലിരുന്നുകൊണ്ടാണ് മാമൂട്ടിൽ തേവർ എന്ന് പേര് വന്നത്. പണ്ട് ആൾക്കാർ അവിടെ കുളത്തിലിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു വിഗ്രഹം കാണാൻ പറ്റി. അതെടുത്ത് വന്ന് മാവിൻ്റെ ചോട്ടിൽ വെച്ചപ്പോഴാണ് മാമൂട്ടിൽ തേവർ എന്ന പേര് വന്നത്. എന്നിട്ട് എല്ലാ വർഷവും എല്ലാ ഏപ്രിൽ വർഷവും അവിടെ ഉത്സവം നടത്തും. എന്നിട്ട് ഇപ്പോഴത്തെ ഉത്സവം മുടങ്ങി, അത് ഒരു മരണം ഉണ്ടായി, അത് കാരണം മുടങ്ങി. അപ്പോൾ ഗൈസ്, മാമൂട്ടിൽ തേവറിനെ അറിയപ്പെടുന്നത് കുട്ടികളുടെ ദൈവമായിട്ടാണ്. അപ്പോൾ കുട്ടികളാണ് എപ്പോഴും എല്ലാ വർഷവും പൂജിക്കാറുള്ളത്. ഇപ്പം മിഥുനും ഗോവിന്ദും ഒക്കെ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ പൂജാരി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ കഥകൾ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.